ഹലോ, അപ്പോൾ ഇന്ന് എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. ഇന്നൊരു റൈഡ് പോവാണ് ബാംഗ്ലൂരിൽ നിന്ന്. എൻ്റെ കൂടെ 2 പേരൂടെ ഉണ്ട്. ഒന്ന് നമ്മുടെ സ്ഥിരമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്ന വിശ്വാസേട്ടനും, പിന്നെ വേറൊരു ബ്രോയും കൂടെ വരുന്നുണ്ട്. അപ്പം അവരെ ഇനി നമ്മൾ BTMൽ ചെന്നിട്ടാണ് കാണുന്നത്. അപ്പോൾ കാണാം. നമ്മൾ മീറ്റ് ചെയ്തിരിക്കുകയാണ്. 2 ബൈക്കുണ്ട് എൻ്റെ കൂടെ, ഒരു MTയും ഒരു ഡോമിനോറും. നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. നമ്മളീ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഊട്ടിക്കാണ്. അത് അപ്പോൾ നമുക്ക് പോകാൻ ചൂസ് ചെയ്തിരിക്കുന്ന റൂട്ട് മൈസൂർ വഴി കയറി പോകാനാണ്. പക്ഷെ നമുക്ക് എക്സ്പ്രസ് വഴി കയറാനൊക്കത്തില്ല ബൈക്കുകൾക്ക്. അതിനിപ്പുറത്തോടെ ഗുണ്ടൽപേട് വഴി ഒരു റൂട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ആ റൂട്ട് കയറി പോകാമെന്ന് വിചാരിക്കുന്നു. നമ്മളങ്ങനെ ഒരു കുഴപ്പമില്ലാത്തൊരു ഹൈവേയിലോട്ട് കയറി. നല്ല വെടിച്ചുള്ള റൂട്ടാണ്, നല്ല റോഡാണ്. ഒരു ടോൾ ഉണ്ടായിരുന്നു, എനിക്ക് കറക്റ്റ് അറിയില്ല പ്ലേസ്. അത് കഴിഞ്ഞപ്പോൾ തൊട്ട് നല്ല റോഡാണ്. എക്സ്പ്രസ് എല്ലാം തോന്നുന്നു, ആയിരിക്കത്തില്ല. ഇത് വേറെ ഇത് പക്ഷേ അടിപൊളി റോഡാണ് കേട്ടോ. പക്ഷെ നമുക്ക് അധികം കാഴ്ചകളൊന്നും കാണാനൊക്കത്തില്ല, വലിയ വെളിച്ചമില്ലാത്തതുകൊണ്ട്. ഇപ്പം നല്ല റൂട്ടാണ്. നേരെ ഇപ്പോൾ വെളുത്തു, ഓൾമോസ്റ്റ് 6:30 ആവുന്നു. കുറേ പേര് പോകുന്നതാണ്. ക്ലൈമറ്റ് ഇപ്പം നല്ലതാണ്. ഇനിയും കുറച്ച് കഴിയുമ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല. കാരണം പകലൊക്കെ ഇപ്പോൾ നല്ല ചൂടാണ്, മാർച്ച് ആയതുകൊണ്ട്. ഇതുവരെ നല്ല തണുപ്പാണ്. ഞങ്ങളങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഈ റൂട്ട് കൂടുതലും നമ്മളിങ്ങനെ കുറേ ഗ്രാമങ്ങളൊക്കെ ഉള്ള പ്ലേസാണ്. മറ്റേ 4 ലൈനൊന്നും അല്ല, ഇങ്ങനെ സിംഗിൾ ലൈൻ തന്നെയാണ്. അതുകൊണ്ടൊന്ന് കെയർ ചെയ്ത് പോകണം. ഒരുപാട് സ്പീഡൊന്നും എടുക്കരുത്. കണ്ടോ, പശുക്കളും അതുപോലെ ഈ ആളുകളൊക്കെ ഇടയ്ക്കിടയ്ക്ക് കയറി വരും. കൂടുതലും ഇങ്ങനത്തെ പ്ലേസാണ്. അത് ഇച്ചിരി കെയർഫുള്ളായിട്ട് നോക്കി വണ്ടി ഓടിച്ചാൽ മതി. പിന്നെ തിരക്കുറവാണ്. തിരക്കുറവെന്ന് വെച്ചാൽ അതുകൊണ്ട് തീരെ ഇല്ല. നമുക്ക് നല്ല കംഫർട്ടബിളായിട്ട് പോവാം ഈ പോകുന്ന പോക്കിൽ. നേരെ നോക്കിക്കേ, ആ ഹില്ല് കാണാൻ നല്ല ഭംഗിയില്ലേ. ആ മേളിൽ ആ മേഘപാളികൾ ഇങ്ങനെ നിൽക്കുന്ന പോലെ. ഒരു ഡെസേർട്ടഡ് ഏരിയ പോലെ ഫീൽ ചെയ്യും. പക്ഷെ റോഡ് നല്ലതാണ്. കണ്ടോ, ഞാൻ പറഞ്ഞല്ലോ, ഇങ്ങനെ ഈ പട്ടികളൊക്കെ കുറേയാണ്. പട്ടികളും ആളുകളും, അതുകൊണ്ടൊക്കെ ഒന്ന് കെയർ ചെയ്യണം. ആ വ്യൂ ഒന്ന് നോക്കിക്കേ, നല്ല രസമുണ്ട് കാണാൻ. ആ മലയ്ക്ക് മേളിൽ ഉദിച്ചു വരുന്ന സൂര്യനും. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ റോഡ് ഇങ്ങനെ കാണാം, ഇങ്ങനെ നല്ല ഭംഗിയുണ്ട് അത് കാണാൻ. അടിപൊളി വ്യൂ.
ആ റോഡ് ഇങ്ങനെ കിടക്കുന്നുണ്ടോ, എന്ത് ഭംഗിയാന്ന് നോക്കി. അവിടെയും പാലമുണ്ട് കണ്ടോ, കാണാമെന്ന് തോന്നുന്നു. നല്ല രസമുണ്ട് ഈ റൂട്ട്. ആ കളർ കണ്ടോ, നല്ല പച്ച നിറം. നല്ല കിടിലം വ്യൂവും നല്ല ക്ലൈമറ്റും. സൂര്യൻ വെച്ച് വരുന്നേ ഉള്ളൂ, അതുകൊണ്ടാണ് നല്ല ക്ലൈമറ്റ്. ചിലപ്പം കുറച്ച് കഴിയുമ്പോൾ വെയിലായിരിക്കും. ഈ ടൈമിലൊക്കെ ഇത് അടിപൊളിയാണ്. റോഡിലൊക്കെ തൊണ്ടൊക്കെ കിടക്കുന്നുണ്ട്. അത് കുറച്ച് ദൂരമായിട്ട് കാണുന്നുണ്ട്. ഇത് ആരെങ്കിലും അറിഞ്ഞുകൊണ്ടുകൊണ്ട് ഇടുന്നതാണോ അതോ വണ്ടിയെ കൊണ്ടുപോയി പോകുന്നതാണോ എന്നറിയില്ല. റോഡിലിങ്ങനെ കണ്ടില്ലേ, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തൊണ്ട് ഇങ്ങനെ കിടപ്പുണ്ട്. ഫുള്ള് ഫാമിങ് ഏരിയാസാണ്. സത്യം പറഞ്ഞാൽ ബാംഗ്ലൂരെ തിരക്കി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ടൊക്കെ വരുമ്പോഴൊരു സുഖമുണ്ടല്ലോ. ആവും. എനിക്ക് തോന്നുന്നു ഇവിടെ ഇങ്ങനെ കരിക്കൊക്കെ വിൽക്കുന്നതിൻ്റെ ഇതാണെന്ന് തോന്നി. ഇതിനു വേണ്ടി തൊണ്ട്, എന്നിട്ട് അവിടെ നിന്ന് ഇങ്ങനെ കൊണ്ട് ബൾക്കായിട്ട് കൊണ്ട് കളയാനെങ്ങാണ്ട് കൊണ്ടുപോകുമ്പോഴൊക്കെ റോഡിലൊക്കെ വീഴുന്നതായിരിക്കും. എല്ലാം റോഡ് ഫുള്ള് കിടപ്പുണ്ട് ഇങ്ങനെ. ഞങ്ങൾ ചായ കുടിക്കാൻ നിർത്തണമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ നിർത്തിയില്ല. കാരണം അങ്ങനെ കടകളൊന്നുമില്ല, കണ്ടില്ല, ഇങ്ങനെ ഫുള്ള് വയലും അങ്ങനെയൊക്കെയുള്ളൊരു സ്ഥലമാണ്. കടകളൊന്നും അങ്ങനെ കാണാൻ പറ്റില്ല, വളരെ തുറക്കാത്തതായിരിക്കും ഇതുവരെ. രാവിലെ അല്ലേ ഉള്ളൂ, 7:30 ആവുന്നേ ഉള്ളൂ. ഇവിടുത്തെ വീടുകളൊക്കെ ഉണ്ടോ, മൊത്തം ഇങ്ങനെ പശുക്കളും എല്ലാം ഉണ്ട്, കണ്ടില്ലേ. അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ചു. ഇവിടെ ഒരു ചെറിയ കടയിൽ നിന്ന് ചായ കുടിക്കാൻ കയറിയതാണ്. പിന്നെ ദോശ കഴിച്ചിട്ട് ഇറങ്ങി. എന്തെങ്കിലും ഓട്ടെ, കാരണം കടകൾ കുറവാണ്, അതുകൊണ്ട്. അയ്യോ, നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഈ റോഡ് കണ്ടപ്പോൾ ഒന്ന് കാണിക്കണമെന്ന് തോന്നി, ഒരു രക്ഷയില്ല. എന്തോ ഒരു പ്രത്യേക ഫീൽ, ഒരു വൈബുള്ള റോഡ്. സിംഗിൾ ലൈനാണ്, കണ്ടില്ലേ, പക്ഷേ തിരക്ക് കുറവാണ്. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. നമുക്ക് ഏകദേശം ഇനി 50 കിലോമീറ്ററോ 60 കിലോമീറ്റർ എന്തോ ഉണ്ട് ബന്ദിപ്പൂരേക്ക് എൻ്റർ ചെയ്യാൻ. അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് പതുക്കെ ആയിരിക്കും പോകുന്നത്. ഫോറസ്റ്റ് റൂട്ടാണ്, അറിയാം. ഇവിടെ ഒരു ലേക്ക് പോലൊരു സംഭവമുണ്ട്. ഇപ്പുറത്തെല്ലാം മലകളും. അവിടെ ഒരു സൂര്യകാന്തി പാടമൊക്കെ ഉണ്ടായിരുന്നു. ഇവരെ നിർത്താഞ്ഞുകൊണ്ട് ഞാൻ നിർത്തിയിലേക്ക് പോകുന്നു. നമ്മളങ്ങനെ ഫോറസ്റ്റിലോട്ട് കടക്കുവാണ്. ചെക്ക് പോസ്റ്റ് കഴിഞ്ഞു. ഇനി ഫുള്ള് ഹമ്പുകളാന്ന് പറഞ്ഞിട്ട്. ഇത് പക്ഷേ മഴയൊക്കെ കഴിഞ്ഞ സമയത്താണെങ്കിൽ ഇതെല്ലാം നല്ല പച്ചിട്ടിരിക്കും. ഇപ്പം എല്ലാം ഡ്രൈ ആയിട്ടിരിക്കുകയാണ്. ആന ഇറങ്ങുന്ന സ്ഥലമാകുമ്പോൾ ബോർഡുണ്ട്. അതേപോലെ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഫോറസ്റ്റ് റെസ്പോൺസിബിൾ അല്ല, ഇവിടെ ഒന്നും നിർത്താൻ പാടില്ല എന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ അവരെന്തെങ്കിലും ഉത്തരവാദിത്തം എടുക്കുന്നതല്ലേ.
സമ്മർ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു നമ്മൾ കുരങ്ങല്ലാതെ വേറെ മൃഗങ്ങളെ ഒന്നും കണ്ടില്ല. ഈ സൈഡൊക്കെ ഇങ്ങനെ വരണ്ട് കിടക്കുന്നുണ്ടാന്ന് തോന്നുന്നു. ഒരു മൃഗങ്ങളെ കണ്ടില്ല ഇതുവരെ. ഞാൻ ആദ്യമായിട്ടാണ് ഈ റൂട്ട് വരുന്നത്. ഈ ബാംഗ്ലൂരൊക്കെ നമ്മൾ സൈഡിൽ കാണുന്ന സാധനം, ഈ പൂ ഇങ്ങനെ ബ്ലൂം ചെയ്ത് നിൽക്കുന്നത് അതുപോലുണ്ട്. നല്ല രസമുണ്ട് കാണാൻ. പക്ഷെ 1-2 മഴ പെയ്തിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നേ. ഇവിടുത്തെ മയിലൊക്കെ നിൽപ്പുണ്ട് കണ്ടോ. വണ്ടി നിർത്തരുതെന്ന് പറയുന്നതുകൊണ്ട് ഞാനങ്ങ് പോവാം. ബോർഡർ കഴിഞ്ഞെന്ന് തോന്നുന്നു, കർണാടക സ്റ്റേറ്റിൻ്റെ. അതൊക്കെ കഴിഞ്ഞ് ചെക്ക് പോസ്റ്റ് ഉണ്ട്. ഇപ്പോൾ തമിഴ്നാട്ടിലോട്ടാണ് നമ്മൾ പോകുന്നത്. എന്ത് രസമല്ലേ ഇത്. നല്ലോണം ഒരു മഴയൊക്കെ കഴിഞ്ഞ് വന്നാൽ അടിപൊളിയായിരിക്കും. കാരണം ഇപ്പോൾ എല്ലാം ഡ്രൈ അല്ലേ, മരത്തിലൊന്നും അങ്ങനെ ഇലകളൊന്നുമില്ല. നല്ല സൂപ്പർ വൈബാണ്. ഞാനിങ്ങനെ യൂട്യൂബിലൊക്കെ വീഡിയോകളൊക്കെ കണ്ടിട്ടുണ്ട്. നമ്മൾ മസനഗുഡി റൂട്ട് പിടിച്ചിരിക്കുകയാണ്. മസനഗുഡി ഊട്ടി റൂട്ട്. ഇത് ഞാൻ വ്ളോഗിലൊക്കെ കണ്ടിട്ടുണ്ട് ഈ സ്ഥലം. അങ്ങോട്ട് പോകുന്ന എൻട്രി. മാനൊക്കെ പുള്ളിമാൻ. കാണുന്നുണ്ടല്ലേ, കിട്ടിയാൽ മതിയായിരുന്നു. അവിടെ ഒരു കുരങ്ങനെ ഇരിപ്പുണ്ട്. സിംഹവാലൻ. അയ്യോ, ഇതേ വീണ്ടും പുള്ളിമാൻ. മാൻ ഇഷ്ടം പോലെ ഉണ്ട്, അപ്പുറത്തും ഇപ്പുറത്തും എല്ലാം ഉണ്ട്. നമ്മളിവിടെ ചെക്ക് പോസ്റ്റ് ചെയ്ത് നിർത്തിയതാണ്. ഇതുവരെ നമ്മൾ 250 കിലോമീറ്റേഴ്സ് കവർ ചെയ്തു. ആവറേജ് മൈലേജ് 35 കിട്ടി. കൊള്ളാം. നമ്മളിപ്പോൾ മസനഗുഡി ടൗണാണ്. ഇപ്പോൾ ടൈം ഓൾമോസ്റ്റ് 11 കഴിഞ്ഞു. ചുറ്റുമുള്ള വ്യൂ നോക്കും. ഫുള്ള് മലനിരകളുമായിട്ട് നിൽക്കുന്നു. ഇപ്പം നല്ല വെയിലുണ്ട്, ചൂടുമുണ്ട്. വണ്ടി ഓടുന്നതുകൊണ്ടാണ് നമ്മൾ വിയർക്കാത്തത്. 11:15 ഈ ഒരു ഏരിയ ഒരു രക്ഷയില്ല കേട്ടോ. അടിപൊളി ഏരിയ. എന്താ ഭംഗിയല്ലേ, കൊള്ളാം. നമ്മൾ സ്റ്റേ ഒന്നും പ്ലാൻ ചെയ്യാതാണ് വന്നത്. അവിടെ ചെന്നിട്ട് കിട്ടുമോ നോക്കാം. കിട്ടാൻ പാടായിരിക്കും.
പക്ഷേ ഇതിപ്പോൾ സീസണൊന്നും അല്ലാത്തതുകൊണ്ട് കിട്ടുമെന്നാണ് പ്രതീക്ഷ. വെയിലുണ്ടെങ്കിലും നമുക്ക് ചൂടങ്ങനെ അറിയുന്നില്ല. അയ്യ, റോഡ് അത്ര നല്ലതല്ല, ഗട്ടറുണ്ട്. ഇതുവരെ വന്നാടി ഒരു റോഡായിരുന്നു. ഇവിടെ നിന്ന് ഇപ്പോൾ ആ ഒരു ടൗൺ പോലെ ഒരു സാധനം, ഒരു ജംഗ്ഷനൊക്കെ കണ്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് റോഡ് അത്ര നല്ലതല്ല. അങ്ങനെ നമ്മൾ ഊട്ടിയിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരു തണുപ്പൊക്കെ ഉണ്ട് കാറ്റിന്.